കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിശുദ്ധരെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ രണ്ട് പേർ മാത്രമാണ് ആ സ്ഥാനത്തിന് അർഹരാകുന്നത്. ഒന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രണ്ടാമത്തെ വ്യക്തി കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന പാവങ്ങളുടെ പടത്തലവനായ സുരേഷ് ഗോപിയുമാണ്. സമ്പാദ്യം മുഴുവൻ വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുന്ന സുരേഷ് ഗോപിയുടെ യാത്ര എങ്ങോട്ടെ? സ്വന്തം മകളുടെ കല്യാണത്തിന് പോലും പണം തികയുന്നില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നു. സുരേഷ് ഗോപിക്ക് പാവങ്ങളോടുള്ള സ്നേഹവും സഹായങ്ങൾ നൽകുന്നതും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സുരേഷ് ഗോപി തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. അദ്ദേഹം സിനിമയിൽ എത്തിയതോടെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം പാവങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിലൂടെയാണ് സുരേഷ് ഗോപിയുടെ ചാരിറ്റി മലയാളികൾ കൂടുതലായി അറിയുന്നത്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതെ, സുരേഷ് ഗോപി തൃശ്ശൂരിൽ മാത്രമല്ല സ്വർഗത്തിലും സ്ഥാനം ഉറപ്പിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധനാണ്.